എന്തോ ചിന്നു പരിപാടി ഇന്ന്? നിന്നോട് ഞാൻ കറക്റ്റ് സമയത്ത് കോഴികൾക്ക് വെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ നീ കൊടുക്കുകയല്ലോ. അതുങ്ങൾ ഒരു ജീവികളാണല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞാനിപ്പോ ഓട്ടോമാറ്റിക് സിസ്റ്റം പിടിപ്പിക്കാൻ പോവാണ്. ഇതാകുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം അതിൻ്റെ അടുത്ത് വീണോളുമല്ലോ. അതിനുവേണ്ടി ഞാൻ ടാങ്ക് മേടിച്ചു വെച്ചിട്ടുണ്ട്. ടാങ്ക്. അപ്പൊ ഞങ്ങൾ ആദ്യം കോഴീനെ വാങ്ങിച്ചപ്പം മേടിച്ച വെള്ളം കൊടുക്കാൻ വേണ്ടി മേടിച്ച സാധനമാണ് അവിടെ ഇരിക്കുന്നത്. 2 ലിറ്റർ. എത്ര ലിറ്ററിന്റെ അത് 3 ലിറ്റർ. 3 ലിറ്റർ. പക്ഷെ അത് പെട്ടെന്ന് തീരുവാ. അത് കാരണം നമ്മളിത് അല്ലാത്തൊരു സിസ്റ്റം പിടിപ്പിക്കാൻ പോവാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്രിപ്പ് ചെയ്ത് വരുന്നത് അല്ലേ? പിന്നെ ജിനു എല്ലാ പണിയും ഞാൻ തരുന്നതാന്നാ പറഞ്ഞ. ഇത് സ്വന്തം ഇഷ്ടപ്രകാരം ആട്ടോ. ഇനി ഞാൻ തന്ന പണിയാന്ന് പറയല്ലേ. ഐഡിയ നിന്റെ ആണല്ലോ, കോഴിക്കോടിന് മാത്രം. അതിന് ബാക്കിയുള്ള എല്ലാം പുറകെ വന്നതെല്ലാം താങ്കളുടെയാണ്. അത് പറഞ്ഞാൽ മതി. നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ നമ്മൾ 200 ലിറ്ററിന്റെ ടാങ്ക് മേടിച്ചിട്ടുണ്ട്. പൈപ്പുകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കട്ട് ചെയ്ത് അതിന്റെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോ എല്ലാ കണക്ഷൻസ് നമ്മൾ പിടിപ്പിച്ചാൽ മാത്രം മതി. സിമ്പിൾ പണിയാണ്. ഒത്തിരി ഇതൊന്നുമില്ല. പെട്ടെന്ന് അങ്ങ് പിടിപ്പിച്ച് തരും. ഓ, അതെന്നാ പരിപാടി കാണിച്ചേ? എന്നാ കിട്ടാത്തവര് വാ. ആദ്യം ഞങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഭയങ്കര പൈസയാകും, നല്ല കോസ്റ്റ്ലി ആണെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച ഒരു പദ്ധതിയാണിത്, ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി. പക്ഷേ ഞങ്ങൾ പിന്നെ പാർട്സും കാര്യങ്ങളെല്ലാം നോക്കി കഴിയുമ്പം കോസ്റ്റ് എഫക്റ്റീവാണ്, വലിയ ചിലവൊന്നുമില്ല, പിന്നെ ഈസിയാണ്. കാരണം എല്ലാ ദിവസവും പോയി നമ്മൾ ബക്കറ്റിൽ വെള്ളം ഫില്ല് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഡെലിവറി ഒക്കെ അടുത്ത് വരികയാണ്. അപ്പം നമുക്ക് സമയം കിട്ടത്തില്ല ഒന്നാമത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഹോട്ട് വെതറും ഫീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെല്ലറ്റ്സും ഓവറായിട്ട് തേഴ്സ്റ്റ് ഉണ്ടാക്കും. സോ വാട്ടർ കൂടുതൽ കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. നമ്മൾ അപ്പോൾ ഇതിന് ഇവിടെ ഒരു ടാപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് പറ്റത്തില്ലാത്ത ഞാനിവിടെ വേറൊരു ഇതിട്ട് നമ്മളൊരു ഫിറ്റിങ്സ് പിടിപ്പിച്ചിട്ടുണ്ട്. വെള്ളം എടുക്കാണ്ട് ആ പൈപ്പ് എന്ന് പറഞ്ഞ വെള്ളം അത് ലീക്ക് വല്ലതും ഉണ്ടോ നോക്കിയായിരുന്നോ? ലീക്ക് ആകത്തില്ല, വാഷ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെ കളയാതെ വെക്കണേ. പറഞ്ഞു തീർന്നില്ല. അതിന്റെ അവിടെ ഞാൻ ഏതാണ്ടെല്ലാം പാകിയിട്ടുണ്ടായിരുന്നു. ആ സെറ്റ്. എന്താ സഞ്ജുമോളെ, നമ്മുടെ കോഴികളുടെ സന്തോഷമല്ലേ ഏറ്റവും കൂടുതൽ. ഇങ്ങോട്ട് ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ട് ഉണ്ടല്ലേ. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇപ്പൊ ഓപ്പൺ അല്ലേ, ഇവിടെ നമ്മൾ ക്യാപ്പ് ഇട്ട് ഇങ്ങോട്ടുള്ള ഔട്ടങ്ങ് അടയ്ക്കുവാണ്. ഇനി നമുക്ക് ഇനി ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നമുക്കിവിടെ ഓരോടെ നമുക്ക് പിടിപ്പിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ അവിടെ വെള്ളം നമുക്ക് കട്ട് ചെയ്തേ നമുക്ക് ഇവിടെ വെള്ളം നമുക്ക് പിടിപ്പിക്കാം. എടി, ഈ അടപ്പേ നമ്മളിത് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് ഈ 2 സൈഡില് നമ്മൾ ഞെക്കി ഈ സൈഡ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്കിത് അല്ലാതെ തുറന്നൊന്നും പോകാതിരിക്കും. ഇവിടെ ലോക്ക് ഉണ്ട്, ഇതുണ്ടോ ഈ സാധനം. ഇതിനകത്ത് വെള്ളം ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മൾ പൈപ്പ് വെച്ച് നമ്മൾ പൈപ്പ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇടാനായിട്ടുള്ള ഇത് സിസ്റ്റം ഉണ്ട്. ഇനിയിപ്പോ അതിന്റെ വെറുതെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു കണക്ഷൻ കൊണ്ടിടേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ 100-200 ലിറ്റർ വെള്ളം നിറച്ച് നമുക്ക് 1 മാസം 1.5 മാസത്തേക്കുള്ള വെള്ളം കാണും. ഇപ്പഴേ അടയ്ക്കാൻ പോവാണോ? ഞാൻ അടച്ച് കാണിച്ചാലോ തന്നെ. ഇനി നമ്മൾ വെള്ളം ഫില്ല് ചെയ്യാൻ ഇത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതോ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതുവഴി നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുന്നു. ഒഴിക്കുന്നു.
ഇവിടെ ലോക്ക് ഉണ്ട്. ആ ലോക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ച് ഇതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് പിന്നെ ലോക്ക്, പിന്നെ ഇത് ഇങ്ങനെ പോരത്തില്ല. ഇത്ര വരുള്ളൂ. ഇത്രയേ ഉള്ളു സംഭവം. ഇനി നമുക്ക് സെക്യൂർ ആയിട്ട് ഇരുന്നോളൂ. നേരത്തെ ഭയങ്കര പാടായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന സാധനം കണ്ടോ, അതാ നമ്മള് വെള്ളം വെച്ചോണ്ടിരുന്നത്. അപ്പൊ ഇപ്പം സമ്മർ ആയതുകൊണ്ട് അതുങ്ങള് പെട്ടെന്ന് തീർക്കും. അപ്പം ജിനു ഇപ്പൊ ഡ്യൂട്ടിക്ക് പോണ ദിവസത്തെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കാന്നുള്ളത്. അതെന്തോ അത് ആക്ച്വലി ഈ ടാങ്കിന്റെ കൊടുത്ത് ഇതുപോലത്തെ നമുക്ക് 3 പീസ് കിട്ടി. അത് ഈ ടാങ്കിന്റെ സ്റ്റാൻഡാ. അപ്പൊ ഈ സ്റ്റാൻഡ് നമ്മൾ വെക്കുവാണെങ്കിൽ ടാങ്ക് കുറച്ചുകൂടെ പൊങ്ങി വയ്ക്കും. ഇതിനോട് നമുക്ക് ഇവിടെ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. നമ്മളെ പൈപ്പുകൾ നമ്മൾ ആ ഒരു പൊസിഷനിൽ നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം. കണക്ഷന്റെ പണികളെല്ലാം നമ്മൾ തീർന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ക്യാപ്പ് വെച്ച് അടച്ചു. ഇനിയിപ്പോ നമ്മള് ടാങ്ക് ഫില്ല് ചെയ്യാൻ പോകും. വണ്ടർഫുൾ ജിനു, വണ്ടർഫുൾ. കൊറേ നേരം എടുക്കുമായിരിക്കും അറിയാനല്ലേ? പറയാൻ വേണ്ടി കുറച്ച് സമയം കൂടെ എടുക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ ഫൈനല്. നമ്മൾ ആദ്യം നമ്മൾ സ്റ്റാൻഡ് വെക്കുന്നില്ലെന്നാണ് തീരുമാനിച്ചത്. പിന്നെ നോക്കി കഴിഞ്ഞപ്പോ സ്റ്റാൻഡ് വെക്കുവാണെങ്കിൽ ഒരു ഇച്ചിരി പൊങ്ങിയ ഇരിക്കും. നമുക്ക് വേണമെങ്കിൽ ഈ പൈപ്പ് വഴി വേണമെങ്കിൽ വെള്ളം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കണമെങ്കിലേ വലിച്ചെടുക്കുകയും ചെയ്യണം. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാല് നമുക്ക് വെള്ളം ഇതിലെടുക്കാം. എന്റെ പുതിനയും സേഫാ അല്ലേ? പുതിന സേഫാണ്. പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെ അവളുമാര് വന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. കുടിച്ചോ എന്തോരം വെള്ളം കുടിച്ചോ. ഇനിയിപ്പോ വെള്ളം തീർന്നു പോയെന്നും പറഞ്ഞ് പാത്രം തട്ടി താഴെ ഇടണ്ടല്ലോ. കുടിച്ചോട്ടാ.